ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ ഡേ കാണാം കേട്ടോ. രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇറങ്ങിയപ്പോൾ 9:30 9:45 ആയി. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പോകുന്ന വഴി കഴിക്കാമെന്ന് വിചാരിച്ച് പറിച്ച് വൃത്തിയാക്കി ഞങ്ങൾ കൊണ്ടുപോകാം കേട്ടോ. അപ്പം ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാൽ ഗുണ്ടാ ഡാമിൽ പോവാം. തമിഴ്നാട് ഗുണ്ടാ ഡാമിൽ പോയപ്പോൾ സീസൺ ടൈം അല്ല എന്നാൽ ഇവിടെ 50 രൂപ ടിക്കറ്റ് ചാർജ് കയറുന്നതിന്. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ എന്ന് നോക്കുക. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇവിടെ ഇപ്പോൾ സീസൺ ടൈം അല്ല, അതുകൊണ്ടാണ്. ഒരുപാട് വെള്ളവും അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങൾ എത്തിയപ്പം 12:30 12:45 ആയി. അപ്പം ചോറിന സമയമായപ്പോഴാണ് എത്തിയതങ്ങ്. അപ്പം ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ചോറ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് നടന്ന്. ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് 5 രൂപ ടിക്കറ്റ് ചാർജ് കണ്ടോ. ഇവിടെ കയറാൻ 5 രൂപ, ഒരാൾക്ക് 5 രൂപ വെച്ച് വേണമായിരുന്നു. എന്നിട്ട് ചക്ക ഇരിക്കുന്നു. നമ്മുടെ അവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ വെറുതെ കിട്ടും. ഇവിടെ ആണെങ്കിൽ പൈസക്കൊക്കെ ഓരോ ചുളയായിട്ട് ഇങ്ങനെ എത്ര 15 ചുള അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ മേളിൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇവിടെ വന്നപ്പോൾ തോന്നി ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. നല്ല തണലും ഉണ്ടായിരുന്നു. എല്ലാം മേളിൽ കുരങ്ങനൊക്കെ ആയിരുന്നു. മാങ്ങ സീസണ് മാങ്ങ പറിക്കാൻ വേണ്ടി കുരങ്ങ്, പക്ഷെ അത് കാവലിന് ആളെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കുരങ്ങൻ വരുമ്പോഴത്തേന് കല്ലെറിഞ്ഞ് ഓട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ പാവം പിറകേ നടന്ന് ഓട്ടിക്കും അതിനെ. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ ഒന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഇച്ചു എന്ന് വല്ല കുരങ്ങനെ കണ്ട് പേടിച്ച് നന്നായിട്ട് കരയുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞിട്ടാ ഒന്ന് കരച്ചിൽ മാറ്റി, നല്ല മുഖമൊക്കെ അല്ലാതിരിക്കുക. തറ ഇറങ്ങിയതുകൊണ്ട് നടന്നേയൊന്നുമില്ല. പക്ഷെ ഇവിടെയൊക്കെ നടക്കാൻ നല്ലതായിരുന്നു. അവന് നല്ല തണലും നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നടന്നില്ല, ഞങ്ങളുടെ കൈ തന്നെ ഇരിക്കുമായിരുന്നു. ചേച്ചി ഇരിക്കുക. വെള്ളമുള്ള സമയത്ത് സീസൺ ടൈം മഴയുടെ ഒക്കെ സമയം വരുമെന്ന് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം. ഇതിപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അതുപോലെ ഇവിടെ കുളിക്കാനൊക്കെ ആൾക്കാർ തോർത്തൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഇല്ലാഞ്ഞിട്ട് എവിടെയാണെന്ന് അറിയത്തില്ല. ഒരു കുളിക്കാൻ ഞങ്ങൾ വരുന്ന വഴിയിൽ മയിലിനെ കണ്ട്. പിന്നെ ഈ നെല്ലിമരത്തിൽ ഇഷ്ടംപോലെ നെല്ലി, ചെറിയ മരം, അതായത് നെല്ലി ഇങ്ങനെ നിറയെ പിടിച്ച് അതിന് താങ്ങാൻ വയ്യാത്ത രീതി നിൽക്കുമായിരുന്നു. അതിന് അതിൽ നിന്ന് ഒരെണ്ണം പറിച്ച് കഴിക്കാൻ തോന്നി. അപ്പം അങ്ങനെയൊക്കെ ഒരെണ്ണം പറിച്ചിട്ട് വരും. പക്ഷെ പൊട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറ്റാലത്ത് വന്നു. അവിടെ ഇതുപോലെ 50 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇഷ്ടംപോലെ കളിപ്പാട്ടുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇച്ചുവിന് കയറണം. അതിൽ നിന്ന് ബോളും എപ്പോഴും അങ്ങ് ബോൾ പറിച്ചു. അതിന് കുറേ സ്നാക്സും ചായയും കടിപ്പലഹാരം ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മാത്രം ഫുഡിൽ കളർ ചേർത്തേക്കുന്നത് നോക്കി. ഉള്ളിവടയിലൊക്കെ അത് ചായ കുടിച്ചിട്ടുണ്ട്. ചായയും വടയും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ സീസൺ ടൈം അല്ലെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞപ്പോൾ സീസൺ ടൈം അല്ല, സീസൺ ടൈം ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണുമെന്ന്. എന്നാലും ഇവിടെ തിരക്കുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ എന്തോ ഒരു ചടങ്ങ് പോലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ചാമ്പയ്ക്കൊക്കെ മേടിച്ച് ഫ്രൂട്ട്സൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ചക്ക, മുള്ളാത്തി അങ്ങനെയൊക്കെ പറയും. ഇതിവിടെ കിലോ 200 രൂപയ്ക്ക് വരെ വിൽക്കുന്നത്. ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ 3-4 തൈമരം നിൽപ്പുണ്ട്. അതിനകത്താണെങ്കിൽ കായും ഉണ്ട്. ഇവിടെയും കുരങ്ങുണ്ടായിരുന്നു. കുരങ്ങനെ കണ്ടിട്ട് ഇച്ച് അങ്ങോട്ട് തറയിൽ നിൽക്കുന്നില്ല. അതുപോലെ നമ്മൾ ആൾക്കൂട്ടത്തിൽ അങ്ങനെ തറയിൽ നിർത്തുന്ന സേഫും അല്ല. ചാമ്പയ്ക്ക് അപ്പം തന്നെ കഴിക്കണമെന്ന് തോന്നിയാൽ പിന്നെ വണ്ടി വന്നപ്പോഴത്തേന് ഞങ്ങൾ കഴുകി കഴിച്ചായിരുന്നു. പോകുന്ന വഴി കുറച്ച് നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു, ചീമ നെല്ലിക്ക. അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴുകി. ഐസാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അതും മേടിച്ച് വെച്ചു. ഇവിടെയൊക്കെ ചക്ക, പഴുത്ത ചക്ക എല്ലായിടത്തും ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇപ്പം സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ വരുന്ന വഴി തട്ടുകടയിൽ കയറി രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്.